+2 പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമുക്ക് +2 റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഡിഗ്രിയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഡിഗ്രി എടുത്ത് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞ് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് ആണോ നിങ്ങൾ എങ്കിൽ ഇനി ടെൻഷൻ ആവേണ്ട. ബാസിന്റെ ഡി ഫൗണ്ടേഷൻ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ നമുക്ക് +2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇനിയിപ്പോ ഡിഗ്രി എന്നുള്ളൊരു കരിയർ ആണ് നിങ്ങൾക്ക് ഇനി മുന്നിലുള്ളത്. അപ്പം ഡിഗ്രിയിൽ ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കേണ്ടത് പലർക്കും വരുന്ന സംശയമാണ്. ഇപ്പം നമുക്കിപ്പോൾ ഇഗ്നോ പോലുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്, അതുപോലെ തന്നെ SGOU അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന പല സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ എങ്കിലും നമുക്ക് ഓരോ ഡൗട്ട്സ് വരാറുണ്ട്. നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുത്താലാണ് നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പല ഡൗട്ട്സ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമുക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ നമുക്ക് വരുന്നത്. ഈ ഒരു കോഴ്സിലാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ സോഷ്യോളജി ആണെങ്കിലും അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിലും അല്ലെങ്കിൽ മലയാളം ആണെങ്കിലും ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് എക്സാം എഴുതാനും അതുപോലെ തന്നെ ഈസി ആയിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പേഴ്സാണ് നമുക്ക് ഈ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സ് നമുക്ക് വരുന്നത്, അതായത് സബ്ജക്റ്റുകൾ നമുക്ക് വരുന്നത്. അപ്പം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം ഏത് സബ്ജക്റ്റ് എടുത്താലാണോ മുന്നോട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് മെയിനായിട്ട് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഓരോ സബ്ജക്റ്റും ചൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ ഒരു SGOയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ മലയാളത്തിലും എക്സാം എഴുതാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ എക്സാം ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു റെഗുലർ ഡിഗ്രി പഠിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കിപ്പോൾ ക്ലാസ്സുകൾ ഓൺലൈനിലാണെന്നുള്ളൊരു മാത്രം ഡിഫറൻസേ നമുക്ക് വരുന്നുള്ളൂ. ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് പോയി പഠിക്കുന്ന കുട്ടികൾ, അതായത് റെഗുലർ ഡിഗ്രി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് മോഡൽ എക്സാം ആണെങ്കിലും ഇനിയിപ്പോൾ അസൈൻമെന്റ്സ് ആണെങ്കിലും അതല്ല മെയിൻ എക്സാം വരെ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ റെഗുലർ ഡിഗ്രി നിങ്ങൾ പഠിക്കുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓൺലൈനിലും വരുന്നത്. അപ്പം കുറച്ചുകൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഓൺലൈൻ ഡിഗ്രി ഉണ്ടായിരിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് അതത് ടൈം അനുസരിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതുമാണ് നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതല്ല ഇയർ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഈ ഒരു SGOയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് അധികം നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. പിന്നെ UGC, PSC, UPSC പോലുള്ള എക്സാംസ് ഒക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പം അത്രയും വാല്യൂഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ഡിഗ്രി എടുക്കണമെന്ന് കൺഫ്യൂഷനുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്